റിനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഫുള്ളുള്ള ഒരു ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലയൊന്ന് വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്മ കൊച്ചുമോക്ക് വേണ്ടിയിട്ട് ഇതാ കൂവരകിൻ്റെ പൊടികളൊക്കെ ഒന്ന് പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് കഴുകി ഉണക്കി പൊടിക്കും. കൊച്ചുമോളെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ നാത്തൂൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവർ ഒമാനിൽ നിന്ന് നാട്ടിലോട്ട് വന്നിട്ടുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി ഇനി രണ്ടാമത്തെ മോൾ ഭയങ്കര ഉറക്കമാണ്. അവൾ ഈ അവധി ദിവസങ്ങളിൽ 10-10:30 ആകുമ്പോഴാണ് എണീക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എണീറ്റ് വരും. അപ്പോൾ പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, ഉറങ്ങട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നേ. അപ്പോൾ നമ്മുടെ കടലക്കറിക്കുള്ള സവോളയൊക്കെ ഞാനൊന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 6-7 വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കടല. ഇവിടെ നല്ലതുപോലെ വേഗണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6-7 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി കുതിർക്കാനിട്ട കടലയാണ്. എന്നിട്ട് ഞാനിതാ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പിന്നെ നമ്മുടെ സവോളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് സവോളയൊന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ പുട്ടിന് മാവ് കുഴയ്ക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ സവോള ഒന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് പുട്ടിന് മാവൊന്ന് നനച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇതാ മാവ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഇതാ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇതിങ്ങനെ നനച്ച് നിൽക്കാറില്ല കേട്ടോ. ഒരു കണക്കിന് വെള്ളം അങ്ങ് ഒഴിച്ച് വെക്കും. എന്നിട്ട് അത് കുതിർന്നതിന് ശേഷമാണ് ജസ്റ്റ് ഒന്ന് ഞാൻ വെള്ളം നനച്ചെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കുറേ വെള്ളം അങ്ങനെ ഒഴിച്ച് വെക്കും. കാരണം പുട്ടുപൊടി പെട്ടെന്ന് പെരുകുമല്ലോ, അങ്ങനെ വെള്ളം പിടിക്കും. അതുകൊണ്ട് കുറേ വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഞാൻ വെക്കാറാണ് പതിവ് കേട്ടോ. അങ്ങനെ അതും ഒന്ന് കുഴച്ച് അത് അടച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ സവോള നല്ലതുപോലെ വഴണ്ടി വന്നായിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും കൂടെ, പേസ്റ്റല്ല ഞാനൊന്ന് ചതച്ചാണ് ഇട്ടത് കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇടിക്കല്ലിൽ ചതച്ചെടുത്തതാണ്. എന്നിട്ട് ആ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യത്തിന് ഇടണം, എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതിൽ നമ്മുടെ മട്ടൻ മസാലയില്ലേ അതും കൂടെയാണ് ഇട്ട് കൊടുത്തത്. ഗരം മസാല ഞാൻ ഇടില്ല കേട്ടോ കടലക്കറിക്ക്. മട്ടൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മട്ടൻ മസാല ഇട്ടിട്ട് ഒരു ദിവസം കടലക്കറി വെച്ച് നോക്കണം കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ മട്ടൻ കറി കഴിച്ചതുപോലെ തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇളം ചൂടുവെള്ളമായാലും കുഴപ്പമില്ല, നല്ല ചൂടുവെള്ളമായാലും കുഴപ്പമില്ല, ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കടല വേവിക്കുമ്പോൾ തന്നെ കുറച്ച് കടല ജാറിൽ അടിച്ച് വെക്കണം. കാരണം ലാസ്റ്റ് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചതാണ് കുറച്ച് കടല മിക്സിയുടെ ജാറിൽ ഇത് അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ കുറുകി വരും കേട്ടോ. നല്ല കടലക്കറിയാണ്, അടിപൊളിയാണ്. ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ. അങ്ങനെ കടലക്കറി റെഡിയായി. എന്നിട്ട് ഇതാ പുട്ടും അടുപ്പത്തോട്ട് വെച്ചിരുന്നു. ഇതാ പുട്ടും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പുട്ടും കറുത്ത കടലക്കറിയും അടിപൊളിയല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ ഓർമ്മിച്ചത് മീൻ വെള്ളത്തിടാത്ത കാര്യം. അങ്ങനെ ഇതാ വേഗം തന്നെ ഞാൻ മീനും ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇതാ വെള്ളത്തിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഐസ് പിടിച്ചിരിക്കുന്നത് കാരണം അതിന് ഐസൊക്കെ ഒന്ന് മാറി വരാൻ കുറേ സമയം എടുക്കും. ആ സമയം കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി തയ്യാറാക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പിന്നെ കുറച്ച് മുരിങ്ങയില, സവോള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിതാ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുരിങ്ങയില ഓർമ്മയുള്ളപ്പോൾ ഒക്കെ ഞാൻ തോരനിലും കറികളിലൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ, കറിവേപ്പിലയ്ക്ക് പകരം. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ മക്കൾ മുരിങ്ങയില തോരൻ വെച്ച് കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഒളിച്ചും പാത്തും ഉള്ള കറികളിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അവരറിയാതെ ഇട്ട് കൊടുക്കാറുണ്ട്. ഈ കറികളോടെയും തോരൻ്റെ കൂടെയൊക്കെ ഒന്ന് മിക്സ് ആകുമ്പോൾ അവരറിയത്തില്ല, അവരങ്ങ് കഴിച്ചോളും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഒക്കെ ഞാൻ 2-3 മുരിങ്ങയില എടുത്ത് ഇതുപോലെ കറികളിലും തോരനിലൊക്കെ ചേർക്കാറുണ്ട്. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത് അടച്ച് വെക്കുന്നുണ്ട് വേകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഞാനിതാ ഒരു രസവും കൂടെ ഒന്ന് തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ തക്കാളി രസമാണ്. അപ്പോൾ തക്കാളിയൊക്കെ വഴറ്റി മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പുളിവെള്ളവും കൂടെ ഒഴിച്ച് ഇതാ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ രസമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും ഞാൻ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ മല്ലിയിലയല്ല, ഇത് വേറെ എന്തോ ഒരു പേരിൽ അറിയപ്പെടും കേട്ടോ. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് തൈയാണ്, അതിൽ നിന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ. ആ ഒരു മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ രസമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ രസവും നമ്മുടെ തോരനൊക്കെ റെഡിയായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ മീനൊക്കെ ഒന്ന് കഴുകി മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എണ്ണയൊക്കെ ചൂടായപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ വെന്തപ്പോൾ മറിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യമല്ല, ഉച്ച വരെയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇത്തിരി വലിയ കാര്യം തന്നെയാണല്ലേ. അങ്ങനെ ഇതാ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്കും കൂടെ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.